ഹലോ, അസ്സലാമലൈക്കും. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് പഴംപൊരിയുടെ റെസിപ്പിയാണ് കേട്ടോ. ഇതൊരു വെറൈറ്റി പഴംപൊരിയാണ്. പഞ്ചസാര നമ്മൾ ഒട്ടും ചേർക്കുന്നില്ല. അപ്പോൾ ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് 2 സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, പിന്നെ 5-6 പച്ചമുളക്, കറിവേപ്പില, പിന്നെ 2 പഴുത്ത നേന്ത്രപ്പഴം. ഇതിൽ നമ്മൾ പഞ്ചസാര ഒട്ടും ചേർക്കുന്നില്ല, അതുകൊണ്ട് തന്നെ ഇത് ഷുഗറുള്ളവർക്ക് കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി സ്നാക്സാണ്. അപ്പോൾ ഇത് നമ്മൾ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ കട്ട് ചെയ്ത് വെച്ച സവാളയും പിന്നെ പച്ചമുളക്, കറിവേപ്പില ഇത് നമ്മൾ മിക്സിയുടെ ജാറിലൊന്ന് ക്രഷ് ചെയ്തെടുക്കും കേട്ടോ. ഇത് ഞാനിവിടെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. കൂടുതൽ അരയാതെ ശ്രദ്ധിക്കണേ. അപ്പോൾ ഇനി നമ്മൾ 2 പഴത്തിലേക്കുള്ള മൈദയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. നമ്മൾ പഞ്ചസാര ആഡ് ചെയ്യണില്ല, അപ്പോൾ ഇതിൽ ഉപ്പാണ് ഇടുന്നത്. ഉപ്പ് അതുപോലെ ഒരു നുള്ള അപ്പക്കാരം ചേർക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ അരിപ്പൊടിയും ചേർത്ത് ഇനി പാകത്തിനുള്ള വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഒരു നുള്ള മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ചേർക്കട്ടോ, ഞാൻ വിട്ടുപോയതാണ്. ഇനി നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച സവാളയും പച്ചമുളകും കറിവേപ്പിലൊക്കെ ഉണ്ടല്ലോ, അത് നമ്മുടെ മൈദയുടെ ബാറ്ററിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം കൈകൊണ്ട് തന്നെ നല്ല കുഴച്ചെടുക്കുക. ഇതുപോലെ നമ്മുടെ ബാറ്റർ തയ്യാറാക്കാം. ഇനി ഫ്രൈ ചെയ്യാനായി പഴം ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഒരു പഴം നമുക്ക് 4ആയി കട്ട് ചെയ്യാം. ഇനി ചൂടായ എണ്ണയിലേക്ക് അരിഞ്ഞു വെച്ച ഓരോ പഴം നമ്മൾ ഈ ബാറ്ററിൽ മുക്കിയതിന് ശേഷം ഓരോന്ന് ഫ്രൈ ചെയ്തെടുക്കുക. എണ്ണ നല്ലതുപോലെ ചൂടാണ് കേട്ടോ. ഞാനിവിടെ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് ബ്രൗൺ കളറായതിന് ശേഷം നമുക്കിനിത് സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എരിവുള്ള നല്ല അടിപൊളി ക്രിസ്പി ആയിട്ടുള്ള പൊരി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.